വെൽക്കം ടു ബാംഗ്ലൂർ. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ ഒരാറ്റ പണിയിട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ എം ജി റോഡ് വെച്ച് കണ്ടാട്ടോ. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും പിന്നിലൊന്ന് ഏറ്റവും അടിപൊളി ബ്ലൂബെറിയാണ്. ഹായ് ഓൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്കിറ്റ് ബാംഗ്ലൂർക്കാണ്. ഇപ്പോൾ കൂടെ ഉള്ളത് ജോഷി കേട്ടോ. അപ്പോൾ ജോഷിയുടെ ഒരു പേഴ്സണൽ കാര്യത്തിനാണ് നമ്മൾ ബാംഗ്ലൂർ പോകുന്നത്. തിരുവനന്തപുരം പാലക്കാട് സേലം വഴി ബാംഗ്ലൂർ SMVT സ്റ്റേഷനിലേക്ക് പോകുന്ന ശബരിമല AC സ്പെഷ്യൽ ട്രെയിൻ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ശബരിമല സ്പെഷ്യൽ ട്രെയിനിൽ കയറിയാണ് നമ്മൾ ആലുവയിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്നത്. SMVT ബാംഗ്ലൂർ ശബരിമല AC സ്പെഷ്യൽ ട്രെയിൻ വഴി പാലക്കാട് സേലം പ്ലാറ്റ്ഫോം നമ്പർ 3. സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ആലുവയിൽ വന്നപ്പോൾ ലേറ്റായി. പിന്നെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങളൊന്ന് ഉറങ്ങിയിട്ടാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല മിസ്റ്റിയായ കർണാടകയിലെ ഗ്രാമക്കാഴ്ചകൾ. ആ വണ്ടി വിടാൻ മുടക്കുക. അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ കൃഷ്ണരാജപുരത്ത് എത്തിയിട്ടാണ്. കൃഷ്ണരാജപുരം. അപ്പോൾ അടുത്ത സ്റ്റേഷൻ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റേഷനാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ ഒരാറ്റം പണിയിട്ടിട്ടാണ്. അത് ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. ശരിക്കും ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മിസ്റ്റേക്ക് എന്താണെന്നല്ല, അതും പണി എന്താണെന്നല്ല, നമുക്ക് ജോഷിയോട് ചോദിക്കാം എന്താ പണി. നമുക്ക് കിട്ടിയ ആറ്റം പണി എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ പോസ്റ്റാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തത് അങ്കമാലിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തത് ആലുവയിൽ നിന്ന് SMVT ബാംഗ്ലൂർക്ക്. പക്ഷേ ടിക്കറ്റ് അടിച്ചു വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? തിരുവനന്തപുരത്തു നിന്നാണ് അടിച്ച് തന്നത്. തിരുവനന്തപുരത്ത് നിന്ന് SMVTയിലേക്ക്. ആക്ച്വലി നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മളന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്തില്ല. നമ്മുടെ വിചാരം എന്താ, ആലുവ ടു ബാംഗ്ലൂർ നമ്മൾ ടിക്കറ്റ് എടുത്തത്. പക്ഷെ അത് പ്രിൻ്റ് ചെയ്ത് തന്നത് നമ്മുടെ അങ്കമാലിലും മച്ചാണ്ടല്ല, പുള്ളി പ്രിൻ്റ് ചെയ്ത് തന്ന ടിക്കറ്റ് അത് തിരുവനന്തപുരം ടു ബാംഗ്ലൂർ ആയിരുന്നു. ഞങ്ങൾ ടിക്കറ്റൊക്കെ നോക്കി കൺഫേം ആണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ പോയി ആലുവ സ്റ്റേഷനിൽ പോയിരുന്നു. പിന്നെയാണ് നോക്കിയത്, ട്രെയിൻ കാണാനില്ല. നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ടൈമൊക്കെ വ്യത്യാസം. പിന്നെയാണ് നമ്മൾ നോക്കിയത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ട്രെയിൻ ടിക്കറ്റിൻ്റെ അത് പ്രിൻ്റ് ചെയ്ത് മിസ്റ്റേക്കായിരുന്നു. ഞങ്ങളങ്ങനെ 5 മണിക്കൂർ ആലുവ സ്റ്റേഷനിൽ പോസ്റ്റായി. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാമെന്ന് വെച്ച് ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ വേറെ 2 പേര് കിടന്നുറങ്ങണം. ട്രിവാൻഡ്രത്ത് നിന്ന് കയറിയിട്ടില്ലല്ലോ, അതുകൊണ്ട് TT ആ ടിക്കറ്റ് വേറെ ആൾ കൊടുത്തു. പിന്നെ ഞങ്ങൾ TT ആയിട്ട് കുറേ സംസാരിച്ച് നമുക്ക് വേറൊരു സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നു പുള്ളി. അന്ന് കിട്ടിയൊരു അനുഭവമാണ്. കാരണം നമ്മളെപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യണം. അതിൻ്റെ ബോർഡിങ് സ്റ്റേഷനും അതുപോലെ ടൈമിംഗ് എല്ലാം എപ്പോഴും ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആറ്റം പണികൾ കിട്ടും. ഇതിന് വേറൊരു കോമഡി എന്ന് വെച്ചാൽ പുള്ളി പൈസ എടുത്തേക്കുന്നത് ആലുവ ടു ബാംഗ്ലൂരിൻ്റെയാണ്. അന്ന് ടിക്കറ്റ് എടുത്ത ദിവസം അന്ന് ജോഷിനെ വിളിച്ചിട്ടുണ്ട് അയാൾ. ടിക്കറ്റിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ വെച്ചിട്ടാണ്. ബാക്കി പൈസ മച്ചാൻ്റെ നിന്നാണ് പോയിക്കണേ. കാരണം നമ്മുടെ നിന്ന് ആലുവ ടു ബാംഗ്ലൂർ പൈസ വാങ്ങിച്ചിട്ടുള്ളല്ലോ. അങ്ങനെ നമ്മൾ ഫൈനലി റീച്ച് ബാംഗ്ലൂർ. നല്ല തണുപ്പുണ്ടല്ലേ. SMVT റെയിൽവേ സ്റ്റേഷൻ. SMVT റെയിൽവേ സ്റ്റേഷൻ 7 പ്ലാറ്റ്ഫോമിലുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. സൗത്ത് വെസ്റ്റ് റെയിൽവേ ഡിവിഷനാണ് ഈ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗോവലമാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം എടുത്തേക്കുന്ന ഇവിടെ നമ്മുടെ ഗോപാലമാളിൻ്റെ അടുത്താട്ടോ. നമ്മൾ ഇവിടെയാണ് താമസിക്കുന്നത്. നമുക്ക് റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ റൂമിൻ്റെ റെൻറ്റ് വരുന്നത് 2300
ആദ്യം പറഞ്ഞ 2700 പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് 2300 ആക്കിയിട്ടാ. ഒന്നുകൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ നമുക്ക് 2000 രൂപയ്ക്ക് റൂം കിട്ടിയാണ്. റൂമിൻ്റെ റേറ്റ് അല്പം കൂടുതലാണെങ്കിലും റൂം നല്ല റൂമാട്ടോ. ജോഷുമോൻ എവിടെയാ? യൂബർ എവിടെയാ? ഊബർ ഓൺ ദ വേ. കാണിച്ചേ. 100 മീറ്റർ അഹെഡ് റണ്ണിംഗ് റോഡ്. അപ്പോൾ ഇതാട്ടോ ബാംഗ്ലൂർ MG റോഡ്. ആക്ച്വലി വളരെ ഹാപ്പനിങ് ആയ ഒരു സ്ട്രീറ്റാണത്, പ്രത്യേകിച്ച് രാത്രി. ആക്ച്വലി IT ആൾക്കാരുണ്ടല്ലോ, അവർ ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഒരുപാട് ബ്രാൻഡുകളുടെ ഷോറൂമും മേക്കപ്പ് ഐറ്റംസും അതുപോലെ സ്ട്രീറ്റ് ഫുഡും എല്ലാം ഇവിടെ കിട്ടും. ഫോറം മാളിലുള്ള ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷനാണിത്. അപ്പോൾ നമ്മുടെ പെനി ബാംഗ്ലൂരുണ്ട് ഇടാം. അപ്പോൾ ഞങ്ങൾ കൈറാശ് വന്നപ്പോഴും ഇവിടെ നിന്ന് കഴിച്ചിരുന്നു. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഹായ് മച്ചാ, നമുക്ക് ബ്ലൂബെറി ഇല്ല? 2 ബ്ലൂബെറി. പെനിയിലൊന്ന് ഏറ്റവും അടിപൊളി ബ്ലൂബെറിയാണ്. അടിപൊളിയാണത്, കഴിച്ചു നോക്കാം. കഴിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ഡേയ്സ്, അതാണ് നമ്മുടെ പെനി. അപ്പോൾ നമ്മൾ MG റോഡ് വെച്ച് കണ്ടാട്ടോ. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും അതുപോലെ ലൈക്ക് പുട്ടിങ് സംഭവം. Natural sugar ആണോ? Please, you can have some samples, sir. Yes, natural sugar. Please, ma'am, you can have sample, please. So these are all homemade products, and our brand is Coco Fresh, as you can see. So we have the 3 flavors in the coconut puddings. So this one is coconut souffle, the mixture of coconut pulp, crushed almonds, and coconut pulp. And this one we have the tender coconut pudding. I'll just explain this one. This is without the creamy texture and the pulp. So this is tender coconut pudding, and the shelf life is 3 days. We are not adding any preservatives, sugars, and all. And we have the tender coconut shake as well, the mixture of water and the pulp. So it's all like the shelf life is 3 days, and the normal temperature you can keep for 3 to 4 hours max. Yeah. And we have the kitchen in BTM layout, sir. If anyone wants to purchase, you can just WhatsApp us on the number mentioned. Thank you. We'll put the number. Yeah, in the description. Yeah. Thank you, sir. Thank you. Thanks a lot. ഇതൊരു ചെറിയ ഫ്രൂട്ട് ചാട്ടാണ്. ഇത് 70 രൂപയുടെയാണ്. എന്ത് റോഡായിരുന്നു? MG റോഡ്. അപ്പോൾ നമ്മളിവിടെ MG റോഡിൽ കണ്ടാടാ മൾബറി, നമ്മളിതിനെ പൂച്ചപ്പഴം എന്നൊക്കെ പറയാടാ. ഇത് നമ്മുടെ ഷിനോജിന് വീലുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒന്നും കിട്ടാനില്ല, അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ. അതന്നെ ടേസ്റ്റ്, പുളി മധുരവും. ആക്ച്വലി കുറച്ച് ലേറ്റായിട്ടാ, പിന്നെ നല്ല തണുപ്പായി. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. നമുക്ക് ഒരു ഓട്ടോ വിളിക്കാട്ടാ. വാ കാണാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.